ശ്രീ ആന്റണി മുനിയറയുമാണ്. അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓണവും ഓണവില്ലും സിറ്റി വിഷനും എന്നീ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് വലിയൊരു ആഹ്ലാദമുണ്ട്. ശ്രീ മാത്തുക്കുട്ടി വടക്കേൽ ഈ പരിപാടി ചിത്രീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓണത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ അജീവരൻ ജ്യോതിഷ് കുമാർ സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഈ ഓണവും ഓണവില്ലും സിറ്റി വിഷനും, ഈ ഓണവില്ലെന്ന് കേട്ടപ്പോൾ തന്നെ നമുക്കറിയാം ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായൊരു സംഗീതോപകരണം എന്നതിനപ്പുറം തിരുവനന്തപുരംകാർക്ക് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട്, വ്യത്യസ്തമായൊരു തലം ഓണവില്ലുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് ഡോക്ടർ അജീവരൻ ജ്യോതിഷ് കുമാർ സാർ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ ഓണവില്ല്? തീർച്ചയായും. ആദ്യം തന്നെ ഞാൻ ഈ സിറ്റി വിഷന്റെ ഈ പരിപാടിയുടെ ശീർഷകം വളരെ കൗതുകകരമായി തോന്നുന്നു. ഓണവും ഓണവില്ലും സിറ്റി വിഷൻ. അപ്പൊ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ധാരാളം ഇതുപോലെയുള്ള പ്രത്യേക പദങ്ങളുണ്ട്. ഓണത്തിന്റെ വിശേഷങ്ങളെ സൂചിപ്പിക്കുന്ന ഒരുപാട് സംജ്ഞകളുണ്ട്. അപ്പോൾ ഓണവിജ്ഞാനകോശം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയുണ്ട് ഓണവുമായി ബന്ധപ്പെട്ട വാക്കുകൾ. അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്, ഒരു ഉപകരണമാണ് ഓണവില്ല് എന്ന് പറയുന്നത്. ഇത് ചിലർ സംഗീതോപകരണമായിട്ടാണ് കാണുന്നതെങ്കിലും ഇത് വാസ്തവത്തിൽ ഒരു വളരെ പണ്ടുകാലം തൊട്ട് തന്നെയുള്ള ഒരു അനുഷ്ഠാനത്തെ സൂചിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ഓണവില്ല് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ വളരെ പ്രാചീനമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കി വയ്ക്കുന്ന, അവിടെ വഴിപാടായി കൊടുക്കുന്ന, ഓരോ വർഷവും മഹാബലി വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പത്മനാഭസ്വാമിയുടെ നടക്കി വയ്ക്കുന്ന ഒരു വഴിപാട് പോലെയാണ് വാസ്തവത്തിൽ ഓണവില്ല് ചെയ്യുന്നത്. ഇത് പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു കുടുംബമുണ്ട് കരമനയിലെ അവിടെ NGO ക്വാർട്ടേഴ്സ് ഒക്കെ ഉള്ള മേലാറന്നൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു കുടുംബത്തിൽ നിന്നാണ് ഓണവില്ല് കാഴ്ചവെക്കുന്നത്. വിശ്വകർമ്മജരായ ആളുകൾ, കലാകാരന്മാരാണ്, ഒന്നാന്തരം കലാകാരന്മാർ. ഇത് മഹാവിഷ്ണുവിന്റെ അവതാര കഥകളാണ് ഇതിനകത്ത് ആലേഖനം ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും 5 വർണ്ണങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടു നോക്കിയപ്പോൾ വലിയ ആർട്ടിസ്റ്റുകളാണ് അത് ചെയ്യുന്നത്. ഓരോ അവതാരത്തിന്റെയും സൂചനകൾ നൽകുന്ന മനോഹരമായ ഒരു വഞ്ചിയുടെ ആകൃതിയിലുള്ള ഒരു ഉപകരണമാണ് ഓണവില്ലെന്ന് പറയുന്നത്. ഓണക്കാലത്ത് എല്ലാ വർഷവും ഇപ്പോഴും അത് സമർപ്പിക്കുന്നുണ്ട്. വളരെ പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓണം എന്ന് പറയുന്നത് എത്ര പുരാതനമായിട്ടുള്ളതാണെന്നും ഇന്നും അതിന്റെ സവിശേഷതകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ഓണവില്ല്. എന്തായാലും സിറ്റുവേഷന്റെ ഈ ഓണവില്ല് എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളത്, മാറിവരുന്ന ചുറ്റുപാടിലും ഓണം വരാതിരിക്കില്ല. ഒരിക്കലും വരും. എല്ലാ കാലത്തും ഓണം വരും. അതെ. ഓണം വരുമ്പോൾ ഹൃദ്യമായ ഒരുപാട് ചിന്തകൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് അങ്ങയുടെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ, കക്കാട് പാടിയതുപോലെ, കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂ വരും, കായ് വരും. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ ചിലര് വരും, ചിലര് പോകും. എന്നാലും ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ചിലത് നഷ്ടപ്പെടുന്നതേയില്ല. അങ്ങനെയുള്ള ഒന്നാണ് ഓണം എന്ന് പറയുന്നത്. പക്ഷെ പുതിയ കാലത്തെ ഓണം പലപ്പോഴും ഒരു കെട്ടുകാഴ്ചയായി മാറിപ്പോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഓണവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രകടനത്തിനുള്ള ഒരു ഉപാധി എന്നതിലപ്പുറം ഓണത്തിന്റെ ആ സത്ത ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടാണോ ഇന്നത്തെ ആളുകൾ ഓണം ആഘോഷിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ പ്രകൃതി താണ്ഡവത്തെ കുറിച്ച് പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മളൊരു കണ്ണീരുപ്പ് വീണ് നനഞ്ഞ നിൽക്കുന്നത് വയനാടിന്റെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. എങ്കിലും ഓണം വരാതിരിക്കില്ല. ഓണം വന്നു കഴിഞ്ഞു, ചിങ്ങം പിറന്നു കഴിഞ്ഞു. ചിങ്ങം പിറന്നു കഴിയുമ്പോഴേക്കും എല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ വലിയ പ്രതീക്ഷയാണ്. ഏത് കാലത്തും മലയാളിക്ക് പ്രതീക്ഷ പകരുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് കുട്ടിക്കാലത്തെ ചില ഓർമ്മകളാണ്. കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ എന്ന് പറയുന്നത് പായസം കുടിക്കാൻ ഒരു ദിവസം. തീർച്ചയായിട്ടും. അല്ലെ, താങ്കളുടെ ഓണത്തിന്റെ ഓർമ്മ എന്ന് പറയുന്നത് എന്റെ ഓണത്തിന്റെ പോലെ ആയിരിക്കില്ല. കാരണം താങ്കൾ ഹൈ റേഞ്ചിൽ ജീവിക്കുന്ന ഒരാളാണ്. ഒരുപാട് പ്രകൃതിയുടേതായ മനോഹരമായ മുഖങ്ങൾ ഉള്ളപ്പോൾ തന്നെ വളരെ അപകടകരമായ സൂചനകളുമുള്ള ഒരു ഭൗമികമായ പശ്ചാത്തലത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ സമതല പ്രദേശത്ത് ജീവിക്കുന്ന കുറച്ചുകൂടെ നാഗരികമായ ഒരു ജീവിതമാണ്. അല്ലെ, ആ ഒരു വ്യത്യാസം ഉണ്ടോ? പായസമൊക്കെ നമ്മുടെ എല്ലായിടത്തും ഉണ്ട്. എങ്കിലും അതിലപ്പുറത്ത് ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെയാണത്? അതായത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ വർഷങ്ങളിലും ഞാനിങ്ങനെ പുറം കാഴ്ചകൾ കാണും. അങ്ങനെ കാണുമ്പോൾ ഭാര്യയും ഭർത്താവും ചേർന്ന് കൊങ്ങിണി പൂവുകൾ പറിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഈ കഴിഞ്ഞ വർഷം കൊങ്ങിണി പൂവുകൾ പറിക്കുന്ന ഭാര്യയും ഭർത്താവും അവരിങ്ങനെ കാറിൽ യാത്ര ചെയ്തിട്ട് കൊങ്ങിണി പടർപ്പുകൾ ഉള്ളിടത്ത് ഇറങ്ങുന്നു. എനിക്ക് വലിയ കൗതുകം തോന്നി. ഞാൻ ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്.
അപ്പോൾ ഒരിടത്ത് ചെന്നപ്പോഴേക്കും ഞാൻ ഇവരെ ചേസ് ചെയ്ത് കയറിയിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പറിക്കുന്നത്? അപ്പം പറഞ്ഞു, ഞങ്ങളുടെ ഈ ഒരു പാക്കറ്റിനൊക്കെ അടിച്ചിട്ട് പറഞ്ഞു, എത്ര വർണ്ണാഭമായ പൂക്കളാണ്, ഈ പൂക്കളുടെ ഒരു വർണ്ണഭംഗി, ഇത് ഞങ്ങൾ കോട്ടയംകാരാണ്, ഞങ്ങൾക്ക് ഒരു അയൽക്കൂട്ടമുണ്ട്, അയൽക്കൂട്ടത്തിന്റെ പൂക്കൾ ഈ മലനാടിന്റെ പൂക്കളാണ്, മലനാടിന്റെ കൊങ്ങിണി പൂക്കളാണ്, തിരസ്കൃതമാകുന്ന ഒരുപാട് പൂക്കൾ അല്ലെ? അതെ. ഇപ്പോ നമ്മുടെ തുമ്പയും തുളസിയും നിന്ന് പൂക്കളെ ഇല്ല കാണാനില്ല. അല്ല, നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഓണം നമുക്കിന്ന് ശരിക്കും ആഘോഷിക്കണമെങ്കിൽ അയൽക്കാരന്റെ കാരുണ്യം വേണം. തമിഴ്നാട്ടിൽ നിന്നുള്ള ലോറി എത്തിയാലേ നമ്മുടെ ഓണക്കാലത്തെ അടുപ്പുകൾ വേവുകയുള്ളൂ. തോവാള നിന്ന് പൂക്കളെത്തിയാലേ നമുക്ക് പൂക്കളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതല്ലേ അവസ്ഥ? എനിക്ക് തോന്നുന്നു പുഷ്പസമൃദ്ധമായ ഇടുക്കിയിൽ പോലും ഇതാണ് സ്ഥിതി. ഇന്ന് പൂക്കളില്ല. നമുക്ക് നമ്മുടെ പറമ്പുകളിൽ നിന്ന് ലഭിച്ചിരുന്ന പൂക്കൾ കൊണ്ട് കുട്ടികൾ വളരെ ഉത്സാഹഭരിതരായി തീർത്തിരുന്ന പൂക്കളങ്ങളുടെ കാലം നഷ്ടമായിരിക്കുന്നു. ഒരു പ്രശ്നം തന്നെയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇടുക്കിയിൽ വന്ന് ഇവിടുന്ന് കൊങ്ങിണിപ്പൂക്കൾ പറിച്ചു കൊണ്ടുപോയി കോട്ടയത്ത് പൂക്കളം ഉണ്ടാക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് പൂക്കളം ഇടുന്നു. പക്ഷെ എന്നാലും ഒരു കാര്യമുണ്ട് കേട്ടോ, ഓണത്തെ പൂർണ്ണമായി അങ്ങ് വിസ്മരിച്ച് കളയുന്നില്ല മലയാളി. എല്ലാ ഓഫീസുകളിലും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഓണം ആഘോഷിക്കുന്നു. ഞാൻ എല്ലാ വർഷവും ചിന്നമന്നൂര് പോകാറുണ്ട്. ചിന്നമന്നൂര് പ്രധാനപ്പെട്ട ഒരു പൂക്കളുടെ കേന്ദ്രമാണ്. ഞാൻ എല്ലാ വർഷവും ഓണക്കാലത്ത് ദൂരദർശന്റെ വാർത്തകൾക്ക് വേണ്ടിയിട്ട് ചിന്നമന്നൂര് പോകാറുണ്ട്. അപ്പൊ ചിന്നമന്നൂര് പോകുമ്പോൾ ചിന്നമന്നൂരെ കർഷകർ പറയുന്നത്, കേരളത്തിലെ ഓണക്കാലമാണ് ഞങ്ങൾക്ക് ഒരുപാട് സമ്പാദ്യം തരുന്നത്, പൂക്കളാണ്, പണം കിട്ടുന്ന കാലമാണ്. അവിടെ ഈ പറയുന്നത് പോലെ നന്നായി പരിപാലിച്ച് നട്ട് വളർത്തുന്ന ജമന്തിയുണ്ട്, ചെത്തിയുണ്ട്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പൂക്കള്, ആ കൂടെ ഓർക്കിഡുകളുണ്ട് അവിടെ. അതുകൊണ്ട് ഇതെല്ലാം രാത്രിയിലാണ് അവർ പറിക്കുന്നത്. പുലർച്ചെ പറിച്ച് അതെല്ലാം വാഹനങ്ങൾ കയറ്റിയിട്ട് സാറ് പറഞ്ഞ പോലെ തന്നെ ആ വണ്ടിക്ക് വേണ്ടി മലയാളി കാത്തിരിക്കുകയാണ്. നമ്മുടെ കോളേജിലെ കുട്ടികൾ കാത്തു നിൽക്കുന്നു, സ്കൂളിലെ കുട്ടികൾ കാത്തു നിൽക്കുന്നു, അതോടൊപ്പം തന്നെ അയൽക്കൂട്ടം പോലെയുള്ള സംഘടനകളുടെ ആളുകൾ പൂക്കളിടാൻ വേണ്ടി കാത്തിരിക്കുന്നു. എന്തു പറഞ്ഞാലും ഈ പൂക്കളവട്ടത്തിൽ തമിഴ്നാട്ടിലെ പൂക്കൾ നിറഞ്ഞാലും കേരളത്തിലെ പൂക്കൾ നിറഞ്ഞാലും ഓണം വരുന്നുണ്ട്. എന്നാലും താങ്കൾ പറഞ്ഞതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടെന്ന് വെച്ചാൽ, ഓണം ഒരു കാർഷികോത്സവമാണ്, കൃഷിക്കാരന്റെ ഉത്സവമാണ് മൊത്തത്തിൽ. അപ്പൊ നമ്മൾ ഒരു കാലത്ത് നമ്മുടെ തന്നെ വയലുകളിൽ കൃഷി ചെയ്ത് വിളവെടുത്ത് അതിലെ അരി കൊണ്ട് ചോറ് വെച്ച് കഴിച്ചിരുന്ന ഒരു കാലം, നമ്മുടെ പറമ്പിൽ വിളയുന്ന പച്ചക്കറികൾ കൊണ്ട് കറികൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാലം അല്ലേ? അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് ഇനിയെങ്കിലും ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ തമിഴ്നാട്ടുകാരൻ അധ്വാനിക്കുന്നുണ്ട്. അവൻ വെള്ളം പോലും കുറവുള്ള ഒരു സാഹചര്യത്തിൽ അവൻ മലയാളിക്ക് കൊടുക്കാൻ വേണ്ടി പൂക്കളും പച്ചക്കറികളൊക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണ്. ഇതൊരു പാഠമാവണം മലയാളിക്ക്. പക്ഷെ ഇതുവരെ ഈ ഓരോ വർഷം കഴിയും തോറും ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ഈ ഓണം വരുന്നത് കർക്കിടക വറുതിയിൽ നിന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. മാവേലിയുടെ നിറം നല്ല തുമ്പപ്പൂവിന്റെ നിറമാണെന്ന് ഞാൻ വിചാരിച്ചത്. മാവേലിക്ക് ചിലപ്പോഴൊക്കെ പായസത്തിന്റെ മണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഉപ്പേരിയുടെ സ്വാദുമായി വരുന്ന മാവേലി. അങ്ങനെ ഒരുപാട് കൗതുകരങ്ങളായിട്ടുള്ള ഓർമ്മകളുണ്ട്. അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലെ കുടവയറുള്ള ഒരു ചേട്ടനെ മാവേലിയാക്കിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു. കൊമ്പൻ മീശയുണ്ട്. പിന്നീട് കുറച്ചുകൂടി ഞാൻ മുതിർന്നു കഴിഞ്ഞപ്പോഴേക്കും നാടെമ്പാടും മാവേലിമാരുടെ മത്സരങ്ങൾ. അപ്പോ ആ മത്സരങ്ങളോടൊപ്പം മാവേലിയെ ഒരു പ്രതീകമായി കണ്ടുകൊണ്ട് ഊഞ്ഞാൽ മത്സരമുണ്ട്, വെള്ളംകുടി മത്സരമുണ്ട്, എല്ലാ തരത്തിലുള്ള നാട്ടു മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനായിട്ട് ഒരു ഇടം ഉണ്ടായിരുന്നു, മൈതാനം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മൈതാനം അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിന്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടും. ആ നാട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഓരോ വിഭാഗക്കാർക്കും പ്രത്യേകം കളികളാണ് അല്ലേ? അപ്പോഴ് പിന്നെ ആര് കയ്യിലെ മാണിക്യ ചെമ്പഴുക്ക, അല്ലെങ്കിൽ പെണ്ണെ തരിമ മച്ചൂനെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കളികൾ എൻ്റെ നാട്ടിലൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ കളികളുടെയൊക്കെ സ്വഭാവം മാറി. എന്നാലും ഈ ഓണം വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകമായ ഒരു ഐശ്വര്യവും ഒരു മാറ്റവും ഒക്കെ നമ്മുടെ പ്രകൃതിക്കും ജനങ്ങളുടെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. താങ്കൾ പറഞ്ഞല്ലോ മാവേലിയുടെ മണങ്ങളെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായും അത് മലയാളിയുടെ മനസ്സിലുള്ള ഒരു സങ്കല്പമാണ്. ഓണക്കാലമാവുമ്പോൾ മാവേലി വരുമെന്നും മാവേലി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വരെ സങ്കല്പത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഉദാത്തമായ ഒരു പ്രതീകമാണ് എന്നുള്ളൊരു വിശ്വാസം മലയാളിയുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ചും പ്രജാക്ഷേമ തൽപരനായ ഒരു ഭരണാധികാരി നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ ഒരു വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് മഹാബലി വരുന്നത്. അതിന് പിന്നെയുള്ള ഐതിഹ്യം എന്തായാലും ശരി,
അത് നമുക്ക് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട പാഠം ഇതാണ്. പ്രജകളെ സ്നേഹിക്കുക, അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടി പാതാളത്തോളം താഴുക. ഇത് അല്ലേ ഒരു വലിയ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രതീകമല്ലേ? എന്ത് ഐതിഹ്യമായാലും ആ ഐതിഹ്യത്തിനുള്ളിൽ നമുക്ക് എല്ലാ കാലത്തും അനുകരണീയമായിട്ടുള്ള ഒട്ടേറെ തത്വങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, അല്ലേ? തീർച്ചയായും. മാത്രമല്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങ് കവിയാണ്, പ്രഭാഷകനാണ്, വിമർശകനാണ്, അധ്യാപകനാണ്. ഈ ഓണം വല്ലാതെ പ്രലോഭിപ്പിച്ചിട്ടില്ലേ? തീർച്ചയായും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഓണക്കാലം വരുമ്പോഴും നമുക്ക് നമ്മൾ പോലും അറിയാത്ത ഒരു തരം ഉത്സാഹം നമ്മുടെ സിരകളിലൂടെ ഇങ്ങനെ ഒഴുകി തുടങ്ങും. അപ്പൊ പിന്നെ ചിങ്ങമാസം വരുമ്പോഴും തന്നെ ഈ മാസം ഓണത്തിന്റെ മാസമാണ്. അത്തം തൊട്ട് പൂക്കളമിട്ട് 10-ാം നാൾ തിരുവോണമാകുന്ന ഒരു ദിവസത്തിലേക്കുള്ള ഒരു വല്ലാത്ത ഒരു പ്രതീക്ഷയുടെ ഉത്സവമാണ്. രണ്ടു തരത്തിലാണ്. ഒന്ന് പ്രതീക്ഷയുടേതാണ്, രണ്ട് തിരിച്ചു വരവിൻ്റെതാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ഗുജറാത്തിലും ഗൾഫിലും ഒക്കെ ജോലിയുള്ള ആളുകളൊക്കെ ഓണക്കാലത്തിന് നാട്ടിലെത്തും. ഇന്ന് അതുപോലെ വരുന്നില്ല കേട്ടോ. മുമ്പ് കാലത്ത് എല്ലാവരും വരുന്നത് ഓണത്തിനാണ്. ഒരു കുടുംബത്തിലെ ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടും. ഭയങ്കര സന്തോഷമല്ലേ ഇത്? നമ്മളിപ്പോ ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. വീട്ടിൽ വേറെ അംഗങ്ങളില്ല. പക്ഷെ അന്ന് അങ്ങനെയല്ല. ആ വീട്ടിലില്ലെങ്കിൽ പോലും ബന്ധത്തിൽപ്പെട്ട ആളുകളെല്ലാം ഒരുമിച്ച് കൂടും. പല വീടുകളിൽ ഓരോ ദിവസം സദ്യ. ഇന്ന് എൻ്റെ വീട്ടിലാണെങ്കിൽ നാളെ താങ്കളുടെ വീട്ടിലായിരിക്കും, അടുത്ത് വേറൊരു ബന്ധുവിൻ്റെ വീട്ടിലായിരിക്കും. അതുപോലെ താങ്കളത്ത് ഈ നമ്മുടെ ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പായസത്തിന്റെ ഓർമ്മ, പലതരം പായസങ്ങൾ അല്ലേ? അതുപോലെ തന്നെ പലതരം ഉപ്പേരികൾ, വിഭവസമൃദ്ധമായ സദ്യ, ഇതൊക്കെ ഒരു വല്ലാത്ത പ്രതീക്ഷയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് ഒരു നഷ്ട സൗഭാഗ്യം എന്നതിലപ്പുറം വീണ്ടും നമ്മളെ പ്രതീക്ഷയിലേക്ക് നയിക്കുന്ന ഒരു വലിയ സങ്കല്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ പ്രതീക്ഷയാവണം ഓണം. തീർച്ചയായിട്ടും സിറ്റി വിഷനിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നന്മ നിറഞ്ഞ നാളുകൾ നമ്മൾ വീണ്ടും ഓർമ്മിക്കുന്നു. ഏത് ദുരിതകാലത്തും പ്രതീക്ഷയുടെ ഓണം ആഹ്ലാദത്തോടെ ആഘോഷിക്കാൻ നമ്മൾ തയ്യാറാണ്. നിരാശാഭരിതനാകാനല്ല, പ്രത്യാശയോടെ മുന്നോട്ട് പോകാനുള്ള സന്ദേശമാണ് ഓണം എന്നും നൽകുന്നത്. നമ്മുടെ സിറ്റി വിഷന്റെ പ്രേക്ഷകർക്കെല്ലാം ഈ ഓണക്കാലം പ്രത്യാശ ഭരിതമാകട്ടെ, സമ്പൽ സമൃദ്ധമാകട്ടെ, ഐശ്വര്യപൂർണ്ണമാകട്ടെ. നമസ്കാരം.